പരിശോധിക്കുന്ന ദൃശ്യങ്ങൾ യൂട്യൂബിലും ടെലിഗ്രാമിലും. ആശങ്കയോടെ ഗർഭിണികൾ. പരിശോധനയ്ക്ക് പോയ ഗർഭിണികളെ ആശങ്കയിലാഴ്ത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഗർഭിണികളെ പരിശോധിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത്. പരിശോധനയ്ക്ക് വിധേയരായ സ്ത്രീകളുടെ CCTV ദൃശ്യങ്ങളെന്ന് സംശയിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ അഹമ്മദാബാദ് സൈബർ ക്രൈം പോലീസ് സ്വമേധയാ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. FIRൽ പ്രതിയുടെ പേരോ ഏതെങ്കിലും ആശുപത്രിയുടെ പേരോ പരാമർശിച്ചിട്ടില്ല. ഏത് ആശുപത്രിയിൽ നിന്നാണ്, ഏത് സ്കാനിംഗ് സെന്ററിൽ നിന്നാണ് ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് എന്നതും വ്യക്തമായിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിലെ പതിവ് നിരീക്ഷണങ്ങൾക്കിടയിലാണ് വീഡിയോകൾ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് അഹമ്മദാബാദ് സൈബർ ക്രൈം പോലീസ് പറഞ്ഞു. വീഡിയോ അപ്ലോഡ് ചെയ്ത വ്യക്തിയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ യൂട്യൂബിനോടും ടെലിഗ്രാമിനോടും ആവശ്യപ്പെട്ടതായി സൈബർ ക്രൈം DCP ലവീന സിംഹ അറിയിച്ചു. അടച്ചിട്ട മുറിക്കുള്ളിൽ ഡോക്ടർമാർ ഗർഭിണികളെ പരിശോധിക്കുകയും നഴ്സുമാർ സ്ത്രീകളെ കുത്തിവെക്കുകയും ചെയ്യുന്ന വീഡിയോകളാണ് സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ചത്. അത്തരത്തിലുള്ള 7 വീഡിയോകളാണ് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ചാനലിന് താഴെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്കും നൽകിയിട്ടുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിൽ അംഗങ്ങളാകുന്നവരോട് സമാനമായ വീഡിയോകൾ കാണുന്നതിന് നിശ്ചിത തുക അടയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത് കണ്ടാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. വീഡിയോ കാണുന്നതിന് അംഗങ്ങളെ പ്രേരിപ്പിക്കുന്നതിന് സമാനമായ വീഡിയോകളുടെ സ്ക്രീൻ ഗ്രാബുകളും ടെലിഗ്രാം ഗ്രൂപ്പിൽ പങ്കുവച്ചിട്ടുണ്ട്. ഗ്രൂപ്പിൽ 90-ലധികം അംഗങ്ങളുണ്ട്. CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് വീഡിയോകൾ എടുത്തതെന്നാണ് പ്രാഥമിക നിഗമനം. വീഡിയോകൾ എവിടെ നിന്നാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെന്ന് സൈബർ ക്രൈം അസിസ്റ്റന്റ് കമ്മീഷണർ ഹാർദിക് മഗാഡിയ പറഞ്ഞു. സംസ്ഥാനത്തിന് പുറത്തുള്ള എവിടെ നിന്നെങ്കിലും ചിത്രീകരിച്ച വീഡിയോ അപ്ലോഡ് ചെയ്തതാണോ എന്നും കണ്ടെത്തണമെങ്കിൽ അപ്ലോഡ് ചെയ്ത ആളെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഗർഭിണികളോ സ്ത്രീകളോ കുത്തിവയ്പ്പെടുക്കുന്നതിനോ സ്കാനിങ്ങിന് പോകുമ്പോഴോ ഇത്തരത്തിലുള്ള CCTV ക്യാമറകൾ മുറിക്കുള്ളിൽ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. പലതരത്തിലുള്ള ക്യാമറകൾ ഇന്നുള്ളതിനാൽ പലപ്പോഴും അത് ക്യാമറയാണോ എന്ന് പോലും സാധാരണക്കാർക്ക് അറിയാൻ കഴിയുകയില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.